ശൈത്യ ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയായിരുന്നു. സർപ്പക്കാവും കുടുംബക്ഷേത്രവുമുള്ള വീട്ടിലെ ഒരു പാവം പെൺകുട്ടി. പൂക്കളെയും പൂമ്പാറ്റകളെയും ഞാറിൻ കണ്ടങ്ങളും കാട്ടാറുകളും പുഴകളും കുന്നിൻ ചെരിവുകളും മലയോരങ്ങളുമൊക്കെ അവൾക്ക് ഏറെ പ്രിയപ്പെട്ടവയായിരുന്നു. ചെറുപ്പം മുതലേ അവൾക്ക് കഥയും കവിതയും നാടൻ പാട്ടുകളുമൊക്കെ എഴുതുന്ന ശീലമുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവ വേദികളിൽ കഥയും കവിതയും പാട്ടും ഡാൻസും നാടകവും കഥാപ്രസംഗവും എന്നിങ്ങനെ വിവിധ തരം കലാപരിപാടികളിൽ അവൾ തിളങ്ങി നിന്നു. അവൾ ഒരു പൂമ്പാറ്റയെപ്പോലെ പാറിപ്പറന്നു സന്തോഷവതിയായി കഴിഞ്ഞു. അവളുടെ ബാല്യകാല കളിക്കൂട്ടുകാരന് അവളെ വളരെ ഇഷ്ടമായിരുന്നു. അവന് അവളോട് പ്രണയമായിരുന്നു. ഒരു ദിവസം അവൻ്റെ പ്രണയം അവൻ അവളോട് തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പ്രണയിക്കുന്നതിലൊന്നും താല്പര്യമില്ല. നിന്നെ ഞാൻ സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അതിലുപരി ഒരു നല്ല സുഹൃത്തായും. അതിലപ്പുറമൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്, അവൾ പറഞ്ഞു. പിന്നെയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി. അപ്പോഴും അവൾ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം നീ കളയരുത്. എന്നിൽ നിന്നും പ്രണയമൊന്നും നീ ആഗ്രഹിക്കരുത്. ഈ സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കാൻ നീ ശ്രമിക്കരുത്. എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നവൾ തീർത്തു പറഞ്ഞു. പിന്നീട് അവൻ പ്രണയവുമായി അവളുടെ അരികിലെത്തിയില്ല, അവളെ സമീപിച്ചില്ല. അവർ പിന്നീട് നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. വിവാഹാലോചനകൾ അവൾക്ക് വന്നുകൊണ്ടേയിരുന്നു. തന്നെ വിവാഹം കഴിക്കുന്ന ആളെക്കുറിച്ച് അവൾക്ക് വലിയ സങ്കല്പങ്ങളുണ്ടായിരുന്നു. തന്നെ വിവാഹം കഴിക്കുന്ന ആൾക്ക് ദുശീലങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളായിരിക്കണം. തൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ ഒരു പരിധിവരെ പരിഗണിക്കുന്ന ആളായിരിക്കണം. പക്ഷേ അവളെ വിവാഹം കഴിച്ച ആൾക്ക് ദുശീലങ്ങളുണ്ടായിരുന്നു. അയാൾ അത്യാവശ്യം മദ്യം കഴിക്കുന്ന ആളായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി. ഒരു കുഞ്ഞായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ മദ്യപാനം ഏറി വന്നു. അവളുടെ ജീവിതത്തിലെ സുഖവും സമാധാനവും സ്വസ്ഥതയുമെല്ലാം നഷ്ടമായി. അവൾക്ക് പല രാത്രികളും ഉറക്കമില്ലാത്തതായി മാറി. ചില സമയങ്ങളിലൊക്കെ അവൾ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ കുറിച്ച് ആലോചിക്കും. അവൻ്റെ പ്രണയം നിരസിച്ചില്ലായിരുന്നെങ്കിൽ, അവനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഇങ്ങനെ സഹികെട്ട് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അവൾ ഓർക്കും. തൻ്റെ ഈ മാനസിക ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് അവൾ വളരെ ദുഃഖത്തോടെ ചിന്തിക്കും. പിന്നെ അവൾ സ്വയം ആശ്വസിക്കും, ഇതെല്ലാം തൻ്റെ വിധിയായിരിക്കും, അല്ലാതെ എന്തു പറയാൻ. അന്നു തനിക്ക് അവൻ്റെ പ്രണയം സ്വീകരിക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഇന്ന് തനിക്ക് മനസമാധാനത്തോടെ കഴിയാമായിരുന്നു എന്ന് അവൾ പിന്നെയും ചിന്തിക്കും. പോകേണ്ടത് പോകുമ്പോഴാണല്ലോ വേണ്ടത് തോന്നുന്നത്, അവൾ വിചാരിക്കും. അതെ, പോകേണ്ടത് പോയാൽ വേണ്ടത് തോന്നും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.